നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആരാണെന്നറിയാമോ? കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഏറ്റവും പ്രായം കുറഞ്ഞ MLA എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പിണറായി വിജയനാണ്. അദ്ദേഹം 25ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് നിയമസഭാ അംഗമാകുന്നത്. 1970 കണ്ണൂരിലെ കൂത്തുപറമ്പ് എന്ന സ്ഥലത്തു നിന്നുമാണ് അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നത്. അതുപോലെ നിലവിലെ കേരള മുഖ്യമന്ത്രി ആര് തന്നെയാണ്? പിണറായി വിജയൻ തന്നെയാണ്. അതുപോലെ തന്നെ 15ാമത്തെ നിയമസഭ, ഇപ്പോൾ നടക്കുന്ന നിയമസഭ 15ാമത്തെ നിയമസഭയാണ്. 15ാമത്തെ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA എന്ന് പറഞ്ഞാൽ ആരാണ്? KM സച്ചിൻ ദേവാണ്. ആരാണ്? KM സച്ചിൻ ദേവാണ്. അദ്ദേഹത്തിന് 27 വയസ്സ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരായിരുന്നു? VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ. അദ്ദേഹം 2016 92 വയസ്സ് കേട്ടോ. 2016 92 വയസ്സ്. കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ നിലവിലെ നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ MLA എന്ന് പറഞ്ഞാൽ PJ ജോസഫാണ്. ആരാണ്? PJ ജോസഫാണ്. തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നത്. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യാണ്, നിലവിലെ തിരുവനന്തപുരം ശാസ്തമംഗലം കൗൺസിലർ ആരാണ്? R ശ്രീലേഖയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആരായിരുന്നു? ആര്യ രാജേന്ദ്രനായിരുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരള നിലവിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാണ് ആരാണ്? VV രാജേഷാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ ആരാണ്? ആശാനാഥാണ്. ആരാണ്? ആശാനാഥ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന മന്ദിരം ഏതാണ്? AKG സെൻ്ററാണ്. ഏതാണ്? AKG സെൻ്ററാണ്. അതുപോലെ കോൺഗ്രസ്സുകാരുടെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന മന്ദിരം ഏതാണ്? ഇന്ദിരാഭവനാണ്. ഏതാണ്? ഇന്ദിരാഭവനാണ്. അതുപോലെ BJPയുടെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന മന്ദിരം ഏതാണ്? മാരാർജി ഭവനാണ്. ഏതാണ്? മാരാർജി ഭവൻ.